2-3 ദിവസം മുമ്പേ ഒരു സ്ഥലത്ത് പോയിട്ട് വൈകുന്നേരം കോഴിക്കോട് എത്തണം. സ്വന്തം വ്യക്തിപരമായ ഒരു കാര്യത്തിന് ഒരു കുടുംബ വീട്ടിലേക്ക് പോയതാണ്. അപ്പൊ അവിടുന്ന് ഒരു 4 മണിക്ക് പോന്നാൽ എങ്ങനെ പോയാലും 6 മണിക്ക് കോഴിക്കോട് എത്തും. എങ്ങനെ പോയാലും ഡയറക്റ്റ് ബസ്സിൽ വന്നാൽ. അപ്പൊ ഒരു 3:30 തന്നെ ആ വീട്ടിൽ നിന്ന് പോന്നു. ബസ്സിൽ പോരാനായി പരിപാടി ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ ഉണ്ട്. നോക്കുമ്പോ എപ്പോഴാ ബസ് അറിയില്ല. ബസ്സിന്റെ സമയം എഴുതി വെക്കല് ഇല്ല. പല ബസ് സ്റ്റാൻഡിന്റെയും കാര്യങ്ങള് നമുക്കറിയാലോ, വേണ്ടെന്ന് അവിടെ എഴുതി വെക്കൂല, ഒരു ഡയറക്ഷനും ഉണ്ടാവില്ല, ആളുകൾ ബുദ്ധിമുട്ടുക എന്നുള്ളത് സാധാരണ. അപ്പൊ ആരോടാ അപ്പൊ ഒരു സംശയം ചോദിക്കുക, എപ്പോഴാ ബസ് ഉള്ളതെന്ന് ചോദിക്കാൻ അവിടെ ഉള്ളവരോടല്ലേ ചോദിക്കാൻ പറ്റൂ. ഇത് ബസ്സിന്റെ കാര്യമല്ല പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിന്റെ കാര്യമാണ് പറയണത്. ആ ബസ്സിന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുക. അവിടുത്തെ നിൽക്കുന്ന വസ്ത്രം കൊണ്ട് കണ്ടക്ടറാണെന്ന് തോന്നുന്ന ഒരാള് അയാളോട് ചോദിച്ചു, ഇനി എപ്പോഴാ കോഴിക്കോട് ബസ്? അപ്പൊ അയാളുടെ ബസ് കയറി ഇറങ്ങിയിട്ട് വേറെ ബസ് കയറണം കോഴിക്കോട് വരാൻ. വേറെ ബസ് കയറാനുള്ള ആ ബസ് സ്റ്റാൻഡിലേക്കോ അവിടുന്ന് ഓട്ടോ പിടിച്ചു പോകണം. ഇയാളുടെ ബസ് കയറിയിട്ട് അവിടെ ഇറങ്ങിയാൽ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് വേറെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് വേണം കോഴിക്കോട് ബസ്സിലേക്ക് വരാൻ. ഇയാൾ പറഞ്ഞു അവിടെ കോഴിക്കോട്ടേക്കോ? അവിടേക്ക് ഉണ്ടായിരുന്ന ഒരു ത്രൂ ബസ് ഉണ്ടായിരുന്നു, ഇപ്പൊ പോയി. ആഹാ, ഇനി 7:10 ബസ്സുള്ളൂ. 4 മണിക്കാ പറഞ്ഞു. ഇനി 7:10 ബസ്സുള്ളൂ. അനുഭവ സമ്പന്നനാ പറയണത്. അദ്ദേഹത്തിന്റെ ബസ് അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ കയറാതിരിക്കാൻ കാരണം അതിൽ കയറി വന്നിട്ട് പിന്നെ ഓട്ടോ പിടിച്ചിട്ട് വീണ്ടും ബസ് കയറിഞ്ഞിരിക്കണം. ചോദിച്ചതിൽ തെറ്റുണ്ടോ? ഇല്ല. അയാള് പറഞ്ഞതിൽ തെറ്റുണ്ടോ? അയാൾ അവിടെ നിൽക്കണം, അയാളുടെ ബസ്സിൽ ആളെ കയറ്റാനില്ലേ? നിങ്ങൾക്ക് ഗൈഡൻസ് തരികയാണോ പുള്ളിയുടെ ലക്ഷ്യം? നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനാണ് നിൽക്കണം. ഇതിൽ കയറിക്കോളി. പോണ്ടത് രാമേശ്വരത്തൊക്കെ ആണെങ്കിൽ ഇതിൽ കയറിക്കോളി പറയും. ഏതായാലും കയറിയില്ല. 7:10 വരെ ഇനിയിപ്പോ ഈ സമയം ചെയ്യും. അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് എത്തേണ്ട പരിപാടി മുഴുവൻ മുടങ്ങുമല്ലോ. പറഞ്ഞുകൊണ്ട് നിൽക്കെ കോഴിക്കോട് ബസ് വന്നു. ഇപ്പൊ എന്തുണ്ടായി? 7 മണിക്ക് മുമ്പ് കോഴിക്കോട് എത്തിക്കഴിഞ്ഞു. മറ്റാ പറഞ്ഞ ആൾക്ക് നാണക്കേടും മോശമൊന്നുമില്ല. ഇതാണ് ഈ ലോകം എന്ന് എനിക്ക് മനസ്സിലായി. ഈ ലോകത്തില് ഒരുത്തനെയും നല്ല ഗൈഡൻസ് കൊടുത്തിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ള ഒരു വിചാരം ആർക്കുമില്ല. അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ ഉണ്ടാവും. സ്വന്തം അമ്മയോ അച്ഛനോ മകൻ കേട് വെച്ചിട്ടൊരു കാര്യം പറയില്ല. സാധ്യതയില്ല. അങ്ങനെയുള്ളവരില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, സാധ്യതയില്ല. മകന്റെ ഗുണം നോക്ക്. അനവധി പേര് നീ ഇപ്പൊ അങ്ങോട്ട് പിടിപ്പിച്ചോ 2 പെഗ് പിടിപ്പിക്കുക. 2 പെഗ് പ്രശ്നത്തിന് പരിഹാരം താനെ വരുന്നു. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. നാം ഉത്തരം കിട്ടാതെ വിഷമിക്കുമ്പോൾ ആര് നമ്മളെ സഹായിക്കണം? അവര് മുഴുവൻ അവരുടെ സ്വാർത്ഥതയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്.
നിങ്ങൾ ഇവിടുന്ന് ഈ വീടേ വിറ്റിട്ട് അങ്ങോട്ട് മാറണ്ടേ? എന്തിനാ ഈ ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് പോകാൻ നിൽക്കണം? ബ്രോക്കറാണ്. പലവണ പറഞ്ഞല്ലേ നിങ്ങളുടെ വീടിന് ഇത്ര റുപ്യ തരാന്ന്. ഇപ്പൊ വിറ്റൊഴിച്ചില്ലെങ്കിൽ പിന്നെ ഇതും കിട്ടില്ല. ഒരു സൂക്കടാവുമ്പോ മനുഷ്യനുണ്ടാവുകയില്ലേ? മനുഷ്യന്റെ ഏറ്റവും വലിയ ദുഃഖത്തെ പറ്റി പറയുക. വന്നുപോകില്ലേ രോഗങ്ങൾ? ആരും ഈ ഭൂമിയിൽ ആരും ചില സമയത്ത് അവശനാവില്ലേ? ആരോട് ചോദിക്കും എവിടേക്ക് പോകും? ആ ചെന്നിട്ട് നമ്മളെ സഹായിക്കേണ്ട സ്ഥലത്ത് എങ്ങനെ വേണമെങ്കിലും നമ്മളെ വഞ്ചിക്കാമല്ലോ. എത്ര ടെസ്റ്റ് വേണമെങ്കിൽ നടത്താമല്ലോ. ഇന്ന മരുന്ന് വേണം, 2 തരം മരുന്നുണ്ട്, ഒന്ന് വില കുറഞ്ഞുണ്ട്, മറ്റേതിന് കുറച്ച് കൂടും, പക്ഷെ കൂടുതൽ കാലം നിൽക്കും. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ടല്ലേ ജീവിതം പരാജയമാണ്. ആരോട് ചോദിക്കും? ആ പറയണേന്റെ പിറകില് മുഴുവൻ ആ മറുപടി തരുന്ന ആളുടെ സ്വാർത്ഥത അത്ഭുതപ്പെടുത്തും നമ്മൾ. നമുക്കൊരു നിസ്സഹായാവസ്ഥ വന്നു പെട്ടെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ നമ്മളിപ്പോ എന്ത് ചെയ്താലാണ് അയാൾക്ക് സൗകര്യം? അതുവരെ നോക്കും. നമ്മളായിട്ട് മത്സര ലോകത്തല്ല. ഇയാളിപ്പോ ഉടനെ പോവുകയാണെന്നല്ലെങ്കിൽ പോയിക്കോളാൻ പറയും. ഇയാള് പോവാതെ അവിടെ നിൽക്കുകയാണ്, കുറച്ചും കൂടി ആളവിടെ ഉണ്ടാവണമെന്നല്ലാത്തിനെങ്കിൽ കുറച്ചും കൂടി നിർത്താനുള്ള പണി നടത്തും. മറുപടി പറയുന്ന ആളുടെ സ്വാർത്ഥത ദയനീയമായതുകൊണ്ട് നിസ്സഹായാവസ്ഥയിൽപ്പെട്ട ഒരു വ്യക്തിക്ക് എവിടെയാണ് സാന്ത്വനം കിട്ടുക? ഏക കേന്ദ്രങ്ങൾ, ആശ്രമങ്ങൾ ആണ്. അങ്ങനെ സാന്ത്വനം കൊടുക്കുന്ന, ഗൈഡൻസ് കൊടുക്കുന്ന ആശ്രമങ്ങള് എത്ര ഉണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നില്ല. പല ആശ്രമങ്ങളിലും സംസാരിക്കാൻ പോയിട്ടുണ്ട്. എല്ലാവരും സുഹൃത്തുക്കളാണ്. പല ആശ്രമങ്ങളും എനിക്ക് അവാർഡുകൾ തന്നിട്ടുണ്ട്. പക്ഷെ വരുന്ന ആളെ ഇരിക്കും. എന്താണ് കാര്യം? ആ പ്രശ്നം കേട്ട് വ്യക്തമായിട്ട് സാന്ത്വനം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ കുറവാണ്. ഉള്ളത് കൂട്ടാനല്ല നമുക്ക് ആവശ്യം. ഇപ്പൊ 50 ബസ് ഉണ്ടെങ്കിൽ അതിനെ 150 ആക്കി കിട്ടുകയല്ലോ ആവശ്യം. മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഇങ്ങനെ കാര്യമുണ്ട്. ആരോട് ചോദിക്കും? ആ ചോദിക്കാൻ ചെന്നാൽ ആള് ചിലപ്പോൾ ഇങ്ങോട്ട് ചീത്താളി. മക്കളെ വളർത്താൻ അറിയണേ. ഈ ഉത്തരവില്ലല്ലോ ഇപ്പൊ കിട്ടുന്നത്. മക്കളെ വളർത്താൻ അറിയേണ്ടതല്ല, ഇങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാം? മറുപടി ഇല്ല. ഒരു രോഗത്തെ കുറിച്ചുള്ള തന്നെ പറയുമ്പോ തലക്കെട്ട് കാണുമ്പോൾ നമ്മൾ ചില പ്രഭാഷണങ്ങളൊക്കെ കേൾക്കും. ആവശ്യമില്ലാത്ത ഇങ്ങനെ വിസ്തരിച്ചുകൊണ്ടിരിക്കും. പരിഹാരം പറയൂല. പരിഹാരം ഉണ്ടാവില്ലല്ലോ. അത്തരം രോഗങ്ങൾ 4 തരമുണ്ട്. 1890 ആഫ്രിക്കയിലാണ് ആദ്യത്തെ രോഗം വന്നത്. പിന്നീട് ഇതിന്റെ പരിഹാരം എന്താ പറയാ? തലക്കെട്ടതല്ലേ, പരിഹാരം ഉണ്ടാവില്ല. അതുകൊണ്ട് സാന്ത്വനം എന്ന് പറയുന്നത്, ഗൈഡൻസ് എന്ന് പറയുന്നതും, നാം ഗൈഡൻസ് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഗൈഡൻസ് കൊടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. അവനവന്റെ ബസ് കയറ്റുക എന്ന് പറഞ്ഞ പോലെ രാഷ്ട്രീയ കക്ഷിക്കാരെ അവരുടെ ആളാക്കി മാറ്റുക. എങ്കിൽ അവരുടെ ആളായ പിന്നെ പ്രശ്നമില്ല. ഇതിന് പകരം സമൂഹത്തിൽ കൃത്യമായ ഗൈഡൻസ് കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾ സഞ്ചരിക്കുന്നു.